ഹായ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക്. എന്താണ് ബ്ലോക്ക്? ഇവിടെ എപ്പോഴും ബ്ലോക്കാണ്. എന്താണെന്നറിയില്ല, എപ്പോഴും ബ്ലോക്കാണ് ഇവിടെ. കുറേ പേർ ലെഫ്റ്റിലേക്ക് കളയാനുണ്ട്, ലെഫ്റ്റിൽ കയറാനുണ്ട്, സർവീസോട് കയറാനുണ്ട്. അതൊക്കെ ആയിരിക്കും ബ്ലോക്ക്. ഇന്നെന്തോ ഭാഗ്യത്തിൽ ഇത്രയും ബ്ലോക്ക് കിട്ടിയില്ല. എല്ലാവരും ലെയിൻ ചേഞ്ച് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് ലൈക്ക് നമുക്കൊരു എന്താ പറയുക, മറ്റൊരു വണ്ടീനെ എങ്ങനെ അറിയാൻ പറ്റും, ഇങ്ങനെ നമുക്ക് അറിയിക്കണം നമ്മൾ ലെയിൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അല്ല ബെസ്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ലെയിൻ ചേഞ്ച് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ വണ്ടി യൂസ് ചെയ്തില്ലേ, ഇൻഡിക്കേറ്ററിൽ ചേഞ്ച് ചെയ്തപ്പോൾ ലെയിൻ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്യണം, എല്ലാവരും യൂസ് ചെയ്യണം. എന്നാലേ ബാക്കിയുള്ള വണ്ടിക്കാർക്ക്, ഇപ്പോൾ എനിക്ക് മാത്രം മനസ്സിലായപ്പോഴല്ലോ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ ചുറ്റുമുള്ള എല്ലാ വണ്ടിക്കാർക്കും മനസ്സിലാവണം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ അവരനുസരിച്ച് ആക്ട് ചെയ്യില്ല. കാര്യം ഇപ്പോൾ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുവാണ്, ലെയിൻ ചേഞ്ച് ചെയ്തു. സോ ദാറ്റ് എൻ്റെ പുറകിലെ വണ്ടിക്ക് ഞാൻ ഇൻഫോംഡ് ആക്കി. സോ ദാറ്റ് ഹി വിൽ ബി ഇൻഫോംഡ് ദാറ്റ് ഐ എം ചേഞ്ചിങ് റൈറ്റ്. സോ ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇടാൻ പോകും, ആ വണ്ടി കയറി ലെഫ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ചാൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അവിടെ യു ടേൺ കാണും. യു ടേൺ. സോ ഐ വിൽ സീ വെദർ ഐ ക്യാൻ സ്വിച്ച് ലെയിൻസ് ബിഫോർ ദാറ്റ്. ഇല്ല, പറ്റില്ല. കണ്ട വണ്ടി വന്നു. സോ നമുക്ക് ബ്ലോക്കായി. നമ്മൾ റൈറ്റ് തന്നെ പോവാം. ഈസ് ക്ലിയർ. വണ്ടിക്കാരൻ റൈറ്റ് ഇടാതെ തന്നെ റൈറ്റ് തിരിഞ്ഞു. അവൻ പിന്നെ കയറിക്കൊണ്ട് പോകാമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും. ഇന്നോവ ക്രിസ്റ്റ നല്ല വണ്ടിയല്ലേ ഇന്നോവ ക്രിസ്റ്റ. ഭയങ്കര കംഫർട്ടാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ചിട്ടുള്ളൂ, അത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ഓടിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല, ഭയങ്കര കംഫർട്ടാണെന്ന് എല്ലാവരും പറയുന്നത്. അതൊരു പാസഞ്ചേഴ്സ് കാറാണ്, ഒരിക്കലും ഡ്രൈവേഴ്സ് കാറല്ല, പാസഞ്ചേഴ്സ് കാറാണെന്നാണ് പറയുന്നത്. ചേട്ടൻ എനിക്ക് സൈഡ് തരുമോ? ആ സൈഡ് തന്നില്ലെങ്കിൽ ഞാൻ സൈഡിൽ കൂടെ കയറി. പുള്ളിക്ക് ദേഷ്യം വന്ന് കാണുമായിരിക്കാമല്ലേ. ചേട്ടൻ പോവാത്ത എട്ടിയോസ് ടാക്സി. എട്ടിയോസ് ഇഷ്ടംപോലെ ടാക്സി ഉണ്ടല്ലേ. എട്ടിയോസ് ഈ പറയുന്ന ടൊയോട്ടയുടെ അല്ല ശരിയാണ്, ടൊയോട്ടയുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഒരു ടാക്സി വണ്ടികളല്ലേ കൂടുതലും. എനിക്കറിയില്ല, ഇന്നോവ ആയിട്ട് ഇന്നോവ ക്രിസ്റ്റ, ഇന്നോവ എല്ലാം ഇഷ്ടംപോലെ ടാക്സീസ് ഉണ്ട്. ടൊയോട്ടയ്ക്കും ഈ എട്ടിയോസ് കൂടുതലും ഞാൻ കണ്ട ടാക്സീസാണ്. പ്രൈവറ്റ് യൂസേജ് വണ്ടി ഞാൻ കണ്ടിട്ടില്ല. മേ ബി എനിക്കറിയില്ലായിരിക്കും, ഞാൻ കണ്ട ഒരു ഇത് വെച്ച് പറയുവാണ്. കണ്ടങ്ങനെ ഏറ്റവും കൂടുതൽ അങ്ങനെ തോന്നിയിട്ടുള്ളത്. എല്ലാവരും എന്താ പോകാത്ത, എനിക്കറിയില്ല എന്താ പോകാത്തത്. ലെറ്റ്സ് സീ. സോ ലൈക്ക് ഇഷ്ടംപോലെ വണ്ടി ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ചേട്ടാ ബൈക്കുകാരൊക്കെ പോട്ടെ എല്ലാം പോട്ടെ. ഓട്ടോ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചു. പക്ഷെ എനിക്ക് പോകണ്ടേ, വെറുതെ അവന് സ്ഥലം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് എൻ്റെ ലൈൻ സ്ട്രെയിറ്റ് അല്ലേ, എനിക്ക് പോകാമല്ലോ. ആദ്യമായിട്ടൊരു ഓട്ടോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വളയാൻ പോകുന്നു. ചില നല്ല ആൾക്കാരുണ്ട് കേട്ടോ, പറയണോ എല്ലാവരും ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്നില്ല. ചില നല്ല ആൾക്കാർ, നല്ല ഡ്രൈവിംഗ് സെൻസ് ഉള്ള ആൾക്കാരുണ്ട്. അവർ കറക്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും തിരിയുന്നതും വളയുന്നതെല്ലാം. അത് ശരിക്കും വളരെ നല്ല കാര്യമാണ്. സൈഡ് തരത്തില്ല, എനിക്കെന്തോ സൈഡ് തരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നല്ല ചാട്ടാണ് ചേട്ടാ. ഇത്തിരി സൈഡ് തന്നെ പൊക്കോളാം, ഒരുപാടൊന്നും വേണമെന്നില്ല. 2 പ്രാവശ്യം ഞാൻ സൈഡ് ചോദിച്ചു. പുള്ളി എൻ്റെ പോകേണ്ട ഒരു മൂലയിൽ കൂടി. അല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കണ്ടോ, എനിക്ക് നല്ല പോകാം സുഖമായിട്ട്. പക്ഷെ പുള്ളി മാറി തന്നെ പരിപാടിയൊന്നുമില്ല. നമ്മൾ സൈഡ് റിക്വസ്റ്റ് ചെയ്യണം. അല്ല നമ്മൾ ചുമ്മാ ഇപ്പോൾ അവനറിയില്ലല്ലോ എനിക്ക് പോകണം എന്നുള്ളത്. സൈഡ് റിക്വസ്റ്റ് ചെയ്യുക, മാറിത്തരുന്നതാണ് ഒരു മര്യാദ. ഫസ്റ്റ് എവരിത്തിങ് നമ്മുടെ ഒരു സ്വന്തം വണ്ടി ഓടിക്കുന്ന ഒരു സെൻസ് പോലെ ഇരിക്കും. ഓടിക്കണോ വേണ്ടയോ എന്നുള്ളത്, മാറണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു A3 40 TFS 4 ലിറ്റർ ആയിരിക്കും. 4 ലിറ്റർ ആയിരിക്കും. AFT സംതിങ് ലൈക്ക് ദാറ്റ്. നല്ല പുള്ളിങ് ഉണ്ടോ പുള്ളിക്ക് വരുമ്പോൾ? പുള്ളി
ഇടാത്തതിൻ്റെ കാര്യം കോപ്പിറൈറ്റ് വരും. വെറുതെ എന്തിനാ കോപ്പിറൈറ്റ് കൊടുക്കുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ടിട്ടിട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ കൂടെ പാടാനും ഒരു രസമാണ്. ബട്ട് ഇവിടെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാര്യം കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇവരൊക്കെ സ്പീഡ് ലൈനിൽ കൂടെ പതുക്കെ പോകണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ വേഗം ഹൈ സ്പീഡ് ലൈനിൽ കൂടെ പതുക്കെ പോകും. ലൈക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റർ വളയാനാണ്, ലൈക്ക് അത് യൂട്ടേൺ എടുക്കാനാണ്, വളയാനാണെങ്കിലും ഓക്കെ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് മനസ്സിലാവും ഇവരങ്ങോട്ട് വളയും. നമുക്കതനുസരിച്ച് ലെഫ്റ്റ് കൂടെ കയറി പോവാം, പ്രശ്നമില്ല. പക്ഷെ ഇവരെങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ അറിയാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? വണ്ടി എടുക്കോ ഇല്ലയോ? എടുത്തില്ല. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഫോർമാളിലെത്തി. നമുക്ക് കാണാവുന്ന അറിയില്ല, ഫോർമാളാണ് കാണുന്നത് രാത്രിയിൽ. ചേട്ടൻ ഹൈ സ്പീഡ് ലൈനിൽ പോവാം. എന്തിനാണ് എൻ്റെ ലൈറ്റിലൂടെ മാറുവാണെങ്കിൽ ഈസ് എ ഗുഡ് ഡ്രൈവർ എന്ന് വേണം പറയാം. സെൻസുള്ള കണ്ട ആളെ മാറി പഠിത്തം. ചേട്ടൻ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? ചേട്ടന് മാറി തന്നു, ബട്ട് മാറി തന്നത് മതിയായില്ല എനിക്ക് പോവാൻ. മനസ്സിലാകുന്നില്ല അവർ റോഡിൻ്റെ ഏത് ലൈനിൽ കൂടെ ഓടിക്കുന്നു മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ നേരെ ഓടിക്കുമ്പോൾ മനസ്സിലാവത്തില്ല നമ്മൾ ഇത്ര നടുക്കാണല്ലോ എന്ന്. ചിലപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അയ്യോ റോഡിന് ഇത്ര നടുക്കാണല്ലോ നമ്മളിരിക്കുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം. അതായിരിക്കാം. ഇത് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടല്ലേ ആയിട്ട്